എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങളും ചെടികളും ഒക്കെയായി ഒരു പലവക വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് തണുവുള്ള പുലരികളാണ് കിട്ടുന്നതല്ലേ. നല്ല തണുപ്പാണ് രാവിലെ. എണീക്കാൻ തന്നെ നല്ല മടിയുള്ള നല്ല കാലാവസ്ഥ. പണ്ട് എൻ്റെ പ്രായത്തിലൊക്കെ കേട്ടോ ഈ ഒരു തണുപ്പുള്ള സമയത്ത് കുറച്ച് ചണ്ടിയൊക്കെ അങ്ങ് വാരിയിട്ട് നമ്മൾ കത്തിച്ച് കൈകാലുകളൊക്കെ ഒന്ന് ചൂടാക്കി ഭയങ്കര രസമായിരുന്നു ആ ഒരു സമയമൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയുള്ള അറിവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്ന് വെക്കാം, പുറത്തത്തെ ആ ഒരു തണുപ്പ് ഉള്ളിലേക്ക് കയറട്ടെ. ഈ ഒരു തണുവുള്ള സമയത്താണ് നമുക്ക് കട്ടൻ ചായയോടൊരു പ്രത്യേക ഇഷ്ടം തോന്നുക കേട്ടോ. നല്ല ചൂടുള്ള കട്ടൻ ചായയൊക്കെ രാവിലെ ആ ഒരു സമയത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ വൈകിയാണ് എണീക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടൻ ചായ കൂടെ ആവുമ്പോൾ സമയം കൂടുതൽ ചിലവാവുകയാണ്. നേരത്തെ എണീക്കുന്ന ആ ഒരു ഇത് നമ്മൾ സ്കൂൾ അടക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ. ഇന്ന് നമ്മൾ കട്ടൻ ചായയിലേക്ക് കേക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്ന കേക്കാണ്, നമ്മൾ റെഡിയാക്കിയ കേക്കൊന്നുമല്ല. കുട്ടികളാരും എണീക്കാത്തത് കൊണ്ട് തന്നെ പുറത്തുള്ള കിളികളുടെയൊക്കെ സൗണ്ട് ശരിക്കും കേൾക്കുന്നുണ്ട്. തണുപ്പുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ മരങ്ങളുടെ ഇലകളൊക്കെ നന്നായി കൊഴിയും. അതുകൊണ്ട് തന്നെ രാവിലെ മുറ്റമൊക്കെ നിറയെ ഇലകളുണ്ടാവും. നമ്മുടെ മുൻവശത്ത് മുറ്റത്ത് മന്ദാരത്തിൻ്റെ ഒരു മരമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നന്നായി പൂക്കളും ഇലകളൊക്കെ കൊഴിഞ്ഞ് മുറ്റം നന്നായി ചണ്ടി ഉണ്ടായിട്ടുണ്ടാവും. ഇനി എന്തായാലും അടുക്കളയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുക്കളയിൽ ഇതുപോലെ ഒരു ഷീറ്റ് അടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. ഇത് വിരിച്ചിട്ടാണ് ഞാൻ പണികൾ ചെയ്യുമ്പോൾ അരിയാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഏത് സംഗതി ചെയ്യണമെങ്കിലും ഈ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് ചെയ്യുക. 2 ഷീറ്റുണ്ട്. ഒന്ന് ചീത്തയായി അലക്കാനിടുന്ന സമയത്ത് വേറൊരു ഷീറ്റ് ഞാൻ എടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ കട്ട് ചെയ്ത് ഇട്ട് മിക്സിയിലിട്ട് അരക്കുകയാണ്. തേങ്ങയും അരിപ്പൊടിയും ഉപ്പും കോഴിമുട്ടയും ചേർത്ത് നമ്മൾ മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. നന്നായി മിക്സിയിൽ അടിച്ചെടുത്താൽ നമുക്ക് ഏറ്റവും കട്ടി കുറഞ്ഞ ദോശയാക്കിയിട്ട് ചുട്ടെടുക്കാം. സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് വൈകിട്ടുണ്ട്. ചായ കുടി കഴിയുമ്പോൾ തന്നെ ഏകദേശം 9 മണി ആവും. പിന്നെ ദോശയാവുമ്പോൾ ചുട്ടെടുക്കാൻ കുറച്ച് ടൈമും എടുക്കുമല്ലോ. ദോശ റെഡിയാക്കുന്നതോടൊപ്പം തന്നെ ഞാൻ അതിലേക്കുള്ള ചമ്മന്തി കൂടി റെഡിയാക്കുന്നുണ്ട്. ഈ ഒരു ചമ്മന്തി നമ്മൾ കൊടൈക്കനാൽ പോയ സമയത്ത് അവിടെ നിന്നൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ച് അവരോട് അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഫേവറിറ്റ് ആയ ചമ്മന്തിയാണ് കേട്ടോ. സബോളയും വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളി, ഉണക്കമുളക് എല്ലാം കൂടെ നമ്മൾ നന്നായി എണ്ണയിൽ വേവിച്ച് പുളിയും ചേർത്ത് ഒരല്പം തേങ്ങയും ചേർത്ത് നന്നായി നമുക്ക് മിക്സിയിൽ അരച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയ ചമ്മന്തിയാണിത്. തക്കാളി കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെളുത്തുള്ളിയും സവോളയും നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴന്ന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം ഇത്. അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു, ചമ്മന്തിയൊക്കെ അരച്ചെടുത്ത് നല്ല ടേസ്റ്റിയായി. എല്ലാവരും ദോശയും ചമ്മന്തിയൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചായ കുടിയുടെ ആ ഒരു തിരക്കുകളൊക്കെ കഴിഞ്ഞ് പിന്നീട് മറ്റുള്ള ഓരോരോ പണികളായിട്ട് ചെയ്ത് തീർക്കുകയാണ്. വളരെ എൻജോയ് ചെയ്തിട്ട് പണികൾ തീർക്കുന്നതാണ് എനിക്കിഷ്ടം. ഇന്ന് നമ്മൾ പുറത്ത് വിറകടുപ്പിലാണ് ചോറ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ മൺകുടുക്കയിലാണ് കേട്ടോ അരി കഴുകി എടുക്കുന്നത്. പുറത്ത് എന്ത് നമ്മൾ ഫുഡ് പാകം ചെയ്യുകയാണെങ്കിലും അത് ഞാൻ മൺകുടുക്കയിലാണ് വെക്കാറുള്ളത്. കാരണം അല്ലെങ്കിൽ നമ്മളെ ചട്ടികളൊക്കെ കരി പിടിച്ച് ചീത്തയാവും. മൺകുടുക്ക ആവുമ്പോൾ നമുക്കതൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അതിലാണ് ഞാൻ പുറത്ത് പാകം ചെയ്യാറുള്ളത്. സ്കൂളില്ലാത്ത സമയത്താണ് ഞാൻ അധികവും നാടൻ അടുപ്പ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് കയ്യും കാലൊക്കെ ഒന്ന് കരിയൊക്കെ ആയി വൃത്തികേടാവും. എന്നാലും
ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് തീയൊക്കെ പിടിപ്പിച്ച് കത്തിച്ച് വീടിനൊരു ഐശ്വര്യം പോലെയൊക്കെ ഫീൽ ചെയ്യും. ഇനി നമ്മൾ അതിനുശേഷം കോഴികളുടെ കൂടൊന്ന് വൃത്തിയാക്കണം, അതിന് പോവുകയാണ്. കോഴിക്കൂട് ഡെയിലി ഇപ്പോൾ വൃത്തിയാക്കാറുണ്ട്. ആദ്യം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമൊക്കെ ആയിരുന്നു വൃത്തിയാക്കിയിരുന്നത്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. നമ്മൾ രാത്രി കഴിച്ച വേസ്റ്റൊക്കെ ഞാൻ ഇതുപോലെ ചെമ്പിൽ അടച്ചു വെക്കും. അതിനുശേഷം അത് കൊണ്ടിട്ട് അവിടേക്ക് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കും. അവർ ചിക്കി പെറുക്കിയതൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരാൾ അടയിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റേ ആൾ മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ സൗദിയിൽ പോയ സമയത്ത് കോഴികളൊക്കെ വിറ്റിട്ടുണ്ടായിരുന്നു. കാരണം മക്കൾക്ക് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കോഴികളൊക്കെ വിറ്റിട്ടാണ് പോയത്. 2 ആളെ മാത്രമേ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 2 ആളതിൽ ഒരാളിപ്പോൾ അടയിരിക്കാൻ തയ്യാറായിട്ടുണ്ട്. മുട്ടയിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ അട വെച്ച് കൊടുക്കുകയാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഒരാൾ സൈലൻ്റായിട്ടൊരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ കൂട് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. അവർക്ക് വെള്ളവും ഒക്കെ വെച്ച് കൊടുത്ത് നമ്മൾ കൂടടക്കുകയാണ്. ഇനി മണ്ണിലൊക്കെ കൊത്തിപ്പെറുക്കി അവരങ്ങനെ നടന്നോളും. കോഴിക്കൂട് വൃത്തിയാക്കി വന്നപ്പോഴേക്കും എൻ്റെ ചോറൊക്കെ ഏകദേശം തിളക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായി തീ കത്തി നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട്. ഇനി ചോറ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ചകിരിയൊക്കെ തിരികെ വെച്ച് കൊടുത്ത് ഞാനിതാ കാബേജും ബീട്രൂട്ടും കൂടെ ചേർത്ത് ഉപ്പേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ട് ഞാൻ ചോപ്പറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്ത് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും അതിലേക്ക് വെളുത്തുള്ളി ഇടൽ നിർബന്ധമാണ് എനിക്ക്. അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് കേട്ടോ. ആ ഒരു വെളുത്തുള്ളി ഇങ്ങനെ വാടി വരുന്ന സമയത്ത് ഉപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ബീട്രൂട്ടും കാബേജും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് ഞാൻ ചോപ്പ് ചെയ്തെടുത്ത് ഇനി അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ശേഷം നമുക്ക് നന്നായി അത് വേവിച്ചെടുക്കണം. അങ്ങനെ കാബേജും ബീട്രൂട്ടും കൂടെയുള്ള ഉപ്പേരി തയ്യാറാക്കാൻ വേണ്ടി ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് മൂത്തതിന് ശേഷം നമ്മുടെ ബീട്രൂട്ടും കാബേജും പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഞാൻ എൻ്റെ ഉപ്പേരി നന്നായി ഇളക്കി യോജിപ്പിച്ച് ശേഷം അത് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. ചെറിയ തീയിലിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ്. അതാണ് എനിക്കിഷ്ടം. പച്ചക്കറി എന്തായാലും നമ്മൾ ചെറിയ തീയിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. അങ്ങനെ ഉപ്പേരി റെഡി ആയതിനു ശേഷം ഞാൻ മീൻ മുളകിടുകയാണ് ചെയ്യുന്നത്. കറിയായിട്ട് നമുക്കിന്ന് മീൻ മുളകിടുകയാണ് കേട്ടോ. മൺചട്ടി ഗ്യാസിൽ വെച്ച് നമ്മൾ കറി തയ്യാറാക്കുമ്പോഴുള്ളൊരു പ്രോബ്ലം, മൺചട്ടി ചൂടാവാൻ കുറച്ച് സമയം കൂടുതലെടുക്കും. സ്റ്റീലിൻ്റെ ചട്ടി പോലെയല്ല, മൺചട്ടി അത്യാവശ്യം ഗ്യാസ് ചിലവാകും നമുക്ക്. അപ്പോൾ ഇത് മൺചട്ടി എപ്പോഴും അടുപ്പിൽ വെക്കുന്നതാണ് ഉചിതം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഉലുവ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്നിട്ട് മൂപ്പിച്ച് റെഡിയാക്കണം. ആ ഒരു ഉലുവയുടെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഈ കറിയിൽ ഫീൽ ചെയ്യും. ഇനി ഒരല്പം കറിവേപ്പില. ഇനി നമുക്കതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ചെറിയ ഉള്ളി ചതക്കിയതാണിത്. ചെറിയ ഉള്ളി മൊത്തത്തിൽ തൊലിച്ച് വെച്ച് ചതക്കി ഞാൻ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ്. അതിൽ ഒരല്പം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി അരച്ച പേസ്റ്റാണ് കേട്ടോ. അതും ഒരല്പമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം ഉപ്പും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർക്കുന്നത് കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണ്.
തക്കാളി ശരിക്കൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അല്പസമയം കഴിഞ്ഞ് തന്നെ തുറന്ന് നോക്കുമ്പോൾ തക്കാളി നന്നായി വഴന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കാശ്മീരി ചില്ലി ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ഉലുവ പൊടിച്ചത്, അതുപോലെ കുരുമുളക് പൊടി, അതുപോലെ മല്ലിച്ചപ്പ് പൊടിച്ച് വെച്ച പൊടി, ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഒരു നുള്ളു വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയുള്ളത് മിക്സിംഗ് ആണ്. നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് നന്നായി അതിൽ കൂട്ടിൽ യോജിപ്പിച്ച ശേഷം നമുക്കതിലേക്ക് പുളിയും വെള്ളവും അതുപോലെ ഫിഷൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ വെള്ളം ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. ആ ഒരു തിക്കായ ഗ്രേവി നന്നായി ഒന്ന് കുറുക്കി അലിയിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളി എനിക്ക് അനുരാധ എല്ലാ വർഷവും അയച്ചു തരുന്നുണ്ട്. അതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അനുരാധ എന്ന് പറയുമ്പോൾ പുതിയ ആളുകൾക്ക് മനസ്സിലാവില്ല. എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് സബ്സ്ക്രൈബറായ എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കാവാൻ വേണ്ടി ഇതുപോലെ അടച്ച് വെച്ച് ഒന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ഫിഷ് ചേർത്ത് കൊടുക്കുകയാണ്. ഫിഷ് ചേർത്തതിന് ശേഷം ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഒന്ന് ഉടയാതെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് പഴയതുപോലെ തന്നെ അടച്ച് വെച്ച് ചെറിയ തീയിൽ കുറച്ച് നേരം നന്നായി ഒന്ന് തിളക്കാൻ വിട്ടു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് മുളകിട്ടതും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡിൽ നമ്മളിതാ മീൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫിഷ് ഇങ്ങനെ പൊരിഞ്ഞ് വരുന്ന സമയത്ത് ആ ഒരു നല്ല സ്മെല്ല് നമുക്കിങ്ങനെ സ്പ്രെഡാവും. ഉലുവ വറുത്തതും അതുപോലെ തേങ്ങ ഒക്കെ കൂടെ അരച്ച മിക്സാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫിഷൊക്കെ പൊരിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇവിടെ നല്ല വെക്കേഷൻ്റെ എൻജോയ്മെൻ്റാണ് നടക്കുന്നത്. നല്ല കളിയാണ് കേട്ടോ. മണ്ണൊക്കെ കുഴച്ച് ചിരട്ടപ്പൊക്കെ ചുട്ട് നല്ല കളിയാണ്. കഴിഞ്ഞ വർഷം ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് ഇതുപോലെയൊക്കെ അവരെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ മോളാണ് ഇവരെ കളിപ്പിക്കുന്നത്. അവൾ ഇവരെയും കൊണ്ട് ഇവിടെയൊക്കെ വിരിച്ച് ഇങ്ങോട്ട് ഇറക്കി കളിപ്പിക്കുന്ന തിരക്കിലാണ്. സെയിനൊക്കെ നന്നായി മണ്ണപ്പം ചുട്ടെടുക്കുന്നുണ്ട്. കുട്ടികളുടേതായ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ഈ ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ സമയം ഒരുപാട് നീങ്ങി, വീഡിയോയുടെ ലെങ്ത്തും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. എന്തായാലും ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എന്തായാലും ഈ ഒരു വീഡിയോയുടെ ബാക്കിൽ ഞാൻ കുറച്ച് പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട്. ആ ഒരു പ്ലാന്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് മുഖേന എനിക്ക് മെസ്സേജ് അയക്കുക. കോളുകൾ ഒരുപാട് വരുന്നുണ്ട്. കോളുകൾ ഞാൻ സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വാട്സപ്പിൽ വോയിസ് ആയിട്ട് അയക്കുക. കോളുകൾ നമ്മൾ സ്വീകരിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെടികളുടെ വലുപ്പവും ചെടികളുടെ ഭംഗിയൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എന്തായാലും വാട്സപ്പ് മുഖേന വന്നിട്ടേ നമുക്ക് കാര്യമുള്ളൂ. വാട്സപ്പിൽ നമ്മൾ ഫോട്ടോ അയച്ചു തന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ സെലക്ട് ചെയ്ത് അതിൻ്റെ വീഡിയോസ് അയച്ചു തരാൻ പറയാം, അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാം, ഒക്കെ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് മാത്രം അയച്ച് കോൺടാക്റ്റ് ചെയ്യാം. എന്തായാലും വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്ന ഈ ഒരു പ്ലാന്റുകളിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ചെടി പ്രേമികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.